ഇന്ത്യൻ സുഹൃത്തുക്കൾക്ക് ചൈനയിലേക്ക് സ്വാഗതം. ചൈനീസ് അംബാസിഡർ സു ഫെയ്ങ്ഹോങ്ങിന്റെ എക്സിൽ കണ്ട ഒരു കുറിപ്പാണ്. രാജ്യം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ യാത്രാ പ്രക്രിയ ലളിതമാക്കാനുള്ള നടപടികൾ ചൈന ആരംഭിച്ചിരുന്നു. ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സുപ്രധാന നീക്കമായി 2025 ജനുവരി 1 മുതൽ ഏപ്രിൽ 9 വരെ ഇന്ത്യൻ പൗരന്മാർക്ക് 85,000-ൽ അധികം വിസകൾ അനുവദിച്ചതായി ഇന്ത്യയിലെ ചൈനീസ് എംബസിയാണ് അറിയിച്ചത്. ഇന്ത്യക്കാരുടെ യാത്രാ പ്രക്രിയ ലളിതമാക്കാൻ ചൈന പലവിധം പ്രക്രിയകൾ സ്വീകരിച്ചിരുന്നു. നിർബന്ധിത ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ ഒഴിവാക്കൽ, വിസ ഫീസ് കുറയ്ക്കൽ തുടങ്ങിയവയാണ് ചൈനയുടെ വിസ നിയമങ്ങളിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ. കൂടുതൽ ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇന്ത്യയിലെ ചൈനീസ് എംബസിയും രാജ്യങ്ങളിലുടനീളം മറ്റ് അധികാരികളും ചൈനീസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. വിസ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളൊന്ന് നോക്കാം. ചൈനീസ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർ ഇനി ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഇത് വേഗതയേറിയതും സുഗമവുമായ വിസ അപേക്ഷയ്ക്ക് വഴിയൊരുക്കും. ഇന്ത്യൻ അപേക്ഷകർക്ക് ഹ്രസ്വകാലത്തേക്ക് ചൈന സന്ദർശിക്കണമെങ്കിൽ അവരുടെ ബയോമെട്രിക് ഡാറ്റ സമർപ്പിക്കേണ്ടതില്ല. ഇത് വിസ പ്രോസസ്സിംഗ് സമയം കുറയ്ക്കുന്നു. ചൈനയിലേക്ക് കൂടുതൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ചൈനീസ് വിസയുടെ ഫീസും കുറച്ചിട്ടുണ്ട്. ഈ വർഷം ജനുവരിയിൽ ഏകദേശം 5 വർഷത്തിന് ശേഷം നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും വ്യാപാര സാമ്പത്തിക വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുമായി പ്രവർത്തിക്കാനും ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയിരുന്നു. ഏതായാലും ചൈന സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത്.